നിച്ചുമോൻ ആ എത്തിയോ? ഇന്ന് സാലറി വന്നില്ലേ? പിന്നെ സാലറി കിട്ടാതിരിക്കോ? അതെ, എനിക്ക് 2 ഡ്രസ്സ് എടുക്കണം. ജോലിക്ക് പോയിട്ട് എന്റെ ഡ്രസ്സൊക്കെ ചീത്തയായി. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൈസ എന്തായാലും ഇപ്പൊ ആദ്യമേ തന്നേക്കാട്ടാ. നിനക്കൊരു 5000 രൂപയൊക്കെ മതിയായിരിക്കും അല്ലേ? തരാം. അത് മതി. ടീച്ചർ പൈസ കൊണ്ടുവരാൻ പോയി. ഞാൻ അമ്മനോട് ചോദിച്ചു. എത്ര രൂപയാണ് വേണ്ടത് നിനക്ക്? 700 രൂപ. 700 രൂപയെ? അതിനെന്താ തരാല്ല? എന്റെ പോലെ 700 രൂപ തരാതിരിക്കോ? കൊടുത്തോട്ടാ, ടീച്ചർക്ക് കൊടുക്കണോട്ടാ. ബാഗിൽ വെച്ചേക്കാൻ പറയാം നമ്മുടെ അടുത്ത്. ഏട്ടാ അമ്മ ഇത് കണ്ണന് ശമ്പളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മരുന്ന് പിടിക്കാനൊക്കെ പൈസ വേണമെന്നറിയില്ല. ഇപ്പൊ ചോദിച്ചാ കിട്ടോട്ടോ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒക്കെ എടുത്തു പോവും. നമുക്ക് എത്ര രൂപ വേണം? 2000 രൂപ മതിയാവൂലേ അല്ലേ? എടോ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ, ബാറ്ററി പോയെന്ന് തോന്നുന്നു. മാസാവസാനമായതുകൊണ്ട് കാശും കയ്യിലുള്ള തീർന്നല്ല. ബാറ്ററി വാങ്ങിക്കണമല്ലോ. ഇവരുടെ അടുത്ത് ആരെന്തെങ്കിലും ഉണ്ടാന്ന് വെച്ചിട്ട് പോവാ. എടോ പോയില്ലേ? എടോ, അതെ, വണ്ടി ബാറ്ററിക്ക് ഒരു കംപ്ലൈന്റ് കഴിഞ്ഞ ദിവസം തോന്നിയായിരുന്നു. ബാറ്ററി മാറ്റാൻ ഞാൻ അടുത്ത മാസത്തെ പൈസ കിട്ടിയിട്ട് മാറ്റാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ തനിക്ക് ശമ്പളം കിട്ടിയാൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഞാൻ അത് തിരിച്ചു തരാമല്ലോ. തനിക്ക് ഉണ്ടാവോ തന്റെ അടുത്ത്? എന്റെ സാലറി ഇങ്ങനെ ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാനത് സേവ് ചെയ്യല്ലേ. ഇപ്പൊ ഇങ്ങനെയുള്ള ചെലവൊക്കെ വരും എന്ന് കണ്ടിട്ട് വേണ്ടേ സാലറി താനത് ചെലവ് ചെയ്യാനായിട്ട്? ഇങ്ങനെ ഉള്ളൊരു കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി പൈസ മാറ്റിയൊക്കെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അത്യാവശ്യം വരുമ്പോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത മാസം അത് ചെയ്യണം. ഇപ്പൊ എന്റെ സേവിങ്സും കൂടി ഇതിന് വേണ്ടിയിട്ട് വെറുതെ അത് കായം കരുത്തി കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് എടുക്കാൻ നിന്നാൽ അതിനെ പൈസ ഉണ്ടാവുള്ളൂ. അങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ നോക്കും. കുഴപ്പമില്ലടോ, എന്നാലും ഞാനത് മാനേജ് ചെയ്യാം. കുഴപ്പമില്ല, നോക്കട്ടെ. അമ്മേ, ഒന്ന് വന്നേമ്മേ. വണ്ടിക്ക് ഒരു ചെറിയ പണിയുണ്ട്. നമ്മുടെ പെൻഷൻ കിട്ടിയ പൈസ എന്തെങ്കിലും ഉണ്ടാവോ? അടുത്ത മാസം പൈസ കിട്ടിയിട്ട് തരാം. മോനെ, എന്റെ പെൻഷൻ കാശുള്ളത് എങ്ങനെ തരാനാണ്? അത് എനിക്ക് 100 കാര്യങ്ങളുണ്ട്. പോസ്റ്റ് ഓഫീസിൽ എടുക്കണം, കുഴമ്പ് മേടിക്കണം, അമ്പലങ്ങളിൽ പോണം. പിന്നെ അതിൽ നിന്ന് ഞാൻ എന്ത് തരാനാണ്? കുഴപ്പമില്ലമ്മേ, ഞാൻ മാനേജ് ചെയ്തോളാം. കാലം വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ബസ്സിന് പോവാ. എന്തേ ചേച്ചി ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഈശ്വര, ഇത് ബാങ്കിൽ നിന്നാണല്ലോ. ദൈവമേ, ലോൺ കുടിശ്ശികയായിട്ട് ഇതെന്താണിത്? പ്രശ്നമാണല്ലോ. ഈശ്വര, ഇത്രയും ലോണൊക്കെ കുടിശ്ശികയായിട്ടൊന്നും പറഞ്ഞു പോലല്ലോ. മോളെ, ആരാ വന്നത്? അമ്മ, ഇത് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നേക്കാണ്. ലോണ് കുടിശ്ശികയായിട്ടേ അതിപ്പോ തീർക്കണം പറഞ്ഞിട്ട് വന്നേക്കണത്. എന്ത് ചെയ്യൂപ്പ? ഞാൻ വരട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? നീ എന്താണ് നിങ്ങൾ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത്? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. ലോണൊക്കെ പോയ കുടിശ്ശികയായി പറഞ്ഞാണ് വന്നേക്കുന്നത്. അത് വന്നല്ലേ. ഞാനേ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഓരോ കാര്യങ്ങൾ വന്നിട്ടേ
അടക്കാൻ പറ്റിയിരുന്നില്ല. എന്തെങ്കിലും ചെയ്യാം. ഇതുകൊണ്ട് പണയം വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇതിപ്പോ എടുപ്പിക്കണതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട. എന്റെ കുറി കിട്ടൂലേ, അപ്പൊ ഞാനിത് എടുപ്പിച്ചോളാം. ഒരു വളയുണ്ട്, പെൻഷൻ വന്നത് ATM കാർഡിലുണ്ട്. അത് എന്താന്ന് വെച്ചാൽ മോനെ എടുത്തു. ഇതിന്റെ കുടുക്ക പൊട്ടിച്ചിട്ടുള്ള പൈസ ഇത് അച്ഛനെടുത്തോ. എന്റെ പൈസ അച്ഛനെടുത്തോ. കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ആ വീട്ടിലെ കുടുംബനാഥൻ തന്നെയാണ് നടത്തേണ്ടത്. അതുപോലെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് നിങ്ങൾ തന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ വലിയൊരു ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. അതാണ് ഒരു കുടുംബം.